സ്ട്രേഞ്ചർ തിങ് സീരീസിലെ അപ്സൈഡ് ഡൗൺ ആണെന്ന് കരുതി ആദ്യം കണ്ടപ്പോൾ. ഫിൽറ്ററുകളോ സിജിയോ ഒന്നുമില്ലാതെ ആകാശം റിയൽ ആയിട്ട് ചുവന്നു തൊടുത്തതാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ 2 ദിവസം മുന്നത്തെ കാഴ്ചയാണ്. നരേൽ എന്ന ചുഴലിക്കാറ്റിന് തൊട്ട് മുമ്പ് സംഭവിച്ച ഈ പ്രതിഭാസത്തിന് കാരണം എന്താണെന്നറിയോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരം ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ ഡെയിലി കിട്ടാനായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതൊരു സാധാരണ ചുഴലിക്കാറ്റായിരുന്നില്ല. ഓസ്ട്രേലിയയിലെ പിൽബറ, ഷാർക്ക് ബേ തുടങ്ങിയ മേഖലകളിലൂടെയാണ് ഇത് കടന്നുപോയത്. ഈ പ്രദേശങ്ങളിലെ മണ്ണിൽ അയൺ ഓക്സൈഡിന്റെ അംശം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണിന് കടും ചുവപ്പ് നിറമാണ്. ചുഴലിക്കാറ്റിന്റെ അതിശക്തമായിട്ടുള്ള കാറ്റ് ഈ ചുവന്ന മണ്ണും പൊടിയൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിച്ചു. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം ഈ പൊടിപടലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീലയും പച്ചയും പോലുള്ള നിറങ്ങളെ തടയുകയും ചുവപ്പ് നിറത്തെ മാത്രം കടത്തിവിടുകയും ചെയ്തു. മീ സ്കാറ്ററിംഗ് എന്നാണ് സാധാരണ വിളിക്കുക. കൂടാതെ ആ സമയത്ത് ആകാശം കനത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ഈ മേഘങ്ങൾ പ്രകാശത്തെ പുറത്തേക്ക് വിടാതെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തി. അതോടെ ഒരു സ്റ്റുഡിയോ ലൈറ്റ് ഇട്ടതുപോലെ ആ പ്രദേശം മുഴുവൻ ചുവപ്പ് നിറത്തിൽ മുങ്ങിപ്പോയി. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രത്യേകതരം മണ്ണും ചുഴലിക്കാറ്റും ഒരേ സമയം ഒത്തുചേർന്നപ്പോണ്ടായ അപൂർവമായിട്ടുള്ള കാഴ്ചയായിരുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങൾ എത്രത്തോളം വിസ്മയിപ്പിക്കുന്നതാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇലക്ഷൻ ഒന്ന് ചൂടായനെ.